ഗൈസ് നമ്മളെന്ന് പറയാൻ പോകുന്ന ബിഗ് ബോസ് എന്ന ഊള പരിപാടിയെ കുറിച്ചാണ് ഗൈസ്. അപ്പോൾ അതിലിപ്പോൾ പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. നിങ്ങൾ അറിഞ്ഞത് തീട്ട പരിപാടി. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞിട്ട്. അപ്പോൾ വിഷ്വൽ നമുക്കിപ്പോൾ കാണാം. ആ വിഷ്വൽ കണ്ടിട്ട് നിങ്ങൾ പറയും എന്തൊട്ട് പരിപാടിയാണെന്നുള്ളത്. അറ്റാക്ക് ഒരു മേജർ അറ്റാക്ക് വന്നായിരുന്നു. അതിന് ശേഷം വേറെ കുറേ ബ്ലോക്ക് ഉണ്ട്. അതെ, അതിലൊരു ബ്ലോക്ക് കളയണമെന്ന് പറഞ്ഞായിരുന്നു. ബാക്കിയൊന്നും കുഴപ്പമില്ലെന്നാ പറഞ്ഞത്. അപ്പോൾ അത് വരുന്നവരെ പ്രശ്നമില്ലായിരുന്നു. ഒരെണ്ണപ്പോൾ പെട്ടെന്ന് കൂടി കണ്ടാ ജാസ്മിൻ്റെ ഉപ്പാനെ, അതായത് ജാസ്മിൻ്റെ ഉപ്പാനെ ഏതോ ജ്യൂസ് കടയിൽ കണ്ടു എന്ന് പറഞ്ഞിട്ട് ന്യൂസ് വന്നിട്ടുണ്ട്. അപ്പോൾ ബിഗ് ബോസും ജാസിയും തമ്മിലുള്ള കണക്ഷൻ നമുക്ക് മനസ്സിലായി. ബിഗ് ബോസും ജാസിയും തമ്മിൽ അവിഹിത ബന്ധമാണെന്നാണ് പൊതുവേ ഉള്ളൊരു കാഴ്ചപ്പാട്. അല്ലെങ്കിൽ ഒരു കണ്ടസ്റ്റൻസിനോ അല്ലെങ്കിൽ ഒരാളോട് മാത്രം സ്പെഷ്യലായിട്ട് ഒരു സ്നേഹം കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ ബിഗ് ബോസിന്. എല്ലാവരും ഒരേമാരല്ലേ? ഒരു ഗെയിം ആകുമ്പോൾ എല്ലാവരും ഒരേമാരല്ലേ? ജാസിയോട് മാത്രം എന്തിന് ബിഗ് ബോസ് ഒരു സാധനം കാണിച്ചു? ജാസിക്ക് മാത്രം എന്തുകൊണ്ട് ബിഗ് ബോസ് അത് പറഞ്ഞു കൊടുത്തു? അപ്പോൾ അതിനർത്ഥം ജാസിയും ബിഗ് ബോസും തമ്മിൽ അല്ലേ? ഇതെൻ്റെ കാഴ്ചപ്പാടല്ലട്ടാ, നാട്ടുകാർ പറഞ്ഞാണ്. അപ്പോൾ വളരെ ചീപ്പാണ് ഈ ബിഗ് ബോസ് എന്ന പരിപാടി. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഊളകളെ നിർത്തിപ്പോവൂ. തന്തയില്ലാത്ത പരിപാടി മാത്രമാണ് ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ പരിപാടി. എനിക്ക് വളരെ വെറുപ്പ് തോന്നുന്നുട്ടാ ഈ ഒരു പരിപാടിയോട്. ഒരു ഗെയിം ആകുമ്പോൾ അതിൻ്റെ റൂൾസൊക്കെ ഒരേമാരെ, എല്ലാവർക്കും ഒരേമാരല്ലേ? ഇതൊരാളോട് മാത്രം പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ പറയാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ചീപ്പായിട്ട് ആർക്ക് ചെയ്യാൻ പറ്റും? ഒരാൾക്ക് പറ്റും, ബിഗ് ബോസിന്. അതല്ലേ നമ്മൾ കണ്ടത്. ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ പരിപാടി ഇത്ര ഉള്ള പരിപാടിയാണ്. അതിൽ വേറെ ഒന്നും പറയില്ല. പുറത്താക്കിയവരെ തിരിച്ചു കൊണ്ടുവരുന്നു, നാട്ടുകാരെ ചുണ്ണാപ്പികളാക്കുന്നു. എന്തുട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ ബിഗ് ബോസും ജാസിയും തമ്മിലുള്ള അവിഹിതം ഇവിടെ തെളിയുകയാണ്. അപ്പോൾ ബിഗ് ബോസ് ആരാധകർ കണ്ണ് നട്ട് കാത്തിരുന്നിട്ടും ഒന്നും മനസ്സിലാവില്ല. അതാണ് ഈ പറഞ്ഞ സാധനം. വേറെ മണ്ടൻ കണാപ്പി വന്നിട്ടുണ്ട് വീണ്ടും ബിഗ് ബോസിലേക്ക്. നമുക്ക് ആളുടെ പരിപാടി ഒന്ന് കാണാം. എന്ത് പ്രഹസനമാണ് സജി. കാവേരി തുമ്പിൽ കാത്തിരുന്ന പൈതലേ, എന്റെ കാവേരി തുമ്പിൽ കാത്തിരുന്ന പൈതലേ, നീ വന്നതെന്തിനോ, നീ പോയതെന്തിനോ, നീ വന്നാലും പോയാലും ഉണ്ടാ ഉണ്ടാ ഉണ്ടാ. എന്റെ വാച്ച് എന്റെ കയ്യിലില്ല. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? എന്റെ വാച്ച് നിന്റെ കയ്യിലില്ല, നിന്റെ വാച്ച് എന്റെ കയ്യിലില്ല. സത്യം 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 സത്യം. അപ്പോൾ ഇഷ്ടപ്പെടണവർ ഇഷ്ടപ്പെട്ടു കേട്ടോ, നമുക്കൊന്നും പറയില്ല. പക്ഷെ ബിഗ് ബോസ് തന്തയില്ലാത്ത പരിപാടിയാണ്. എന്നാലും ജാസിയും ബിഗ് ബോസും തമ്മിലുള്ള നമ്മളറിഞ്ഞില്ലേ? എന്നാലും ചീപ്പ് പരിപാടി, ചീപ്പ്. ഈ ഉള്ള പരിപാടിയുടെ അടുത്ത അപ്ഡേഷനായിട്ട് ഞാൻ വരാം. ടാറ്റ.